നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. റേഷൻ സബ്സിഡി വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ സംഘടനകൾ സമരം തുടങ്ങി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നവംബർ 2 തുടങ്ങും. പ്രചരണത്തിന് കൊഴുപ്പേകാൻ ശിങ്കാരി മേളവും. കേരളപ്പിറവിയുടെ 60ാം വാർഷികം. സർവശിക്ഷാഭിയാൻ മാതൃഭാഷാ പക്ഷാചരണം സംഘടിപ്പിക്കും. രാജ്യാന്തര ചലച്ചിത്രോത്സവം. സഞ്ചരിക്കുന്ന ചലച്ചിത്രോത്സവത്തിന് നവംബർ 1 കാസർഗോട്ട് തുടക്കമാകും. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കും വർഗീയതയ്ക്കും എതിരെയുള്ള CPM മേഖലാ ജാഥകൾക്ക് സമാപനം. റിപ്പോർട്ടർ ചാനലിന്റെ കോഴിക്കോട് റീജിയണൽ ഹെഡായി സ്ഥലം മാറിപ്പോകുന്ന KV ബൈജുവിനും മലയാള മനോരമ രാജപുരം ലേഖകൻ രവീന്ദ്രൻ കൊട്ടോടിക്കും പ്രസ് ഫോറത്തിന്റെ യാത്രയയപ്പ്. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് കളിയാട്ട മഹോത്സവത്തിന് സമാപനം. വാർത്തകൾ വിശദമായി. റേഷൻ ഉപഭോക്താക്കളെ കേന്ദ്ര സർക്കാർ അവഗണിക്കുകയാണെന്ന് ആരോപിച്ച് മുസ്ലിം ലീഗും സമരം തുടങ്ങി. കൊളവയൽ റേഷൻ കടയ്ക്ക് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു. റേഷൻ ഉപഭോക്താക്കളോട് കേന്ദ്ര സർക്കാർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ മുസ്ലിം ലീഗ് കമ്മിറ്റിയാണ് ധർണ സംഘടിപ്പിച്ചത്. കൊളവയൽ റേഷൻ കടയുടെ മുന്നിൽ നടന്ന ധർണ 14 അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. റേഷൻ 1 രൂപക്കും 2 രൂപക്കും അരി കൊടുത്തപ്പോൾ 1 രൂപക്ക് എന്തിനാണ് അരി? അതിനെതിരെ ഒരുപാട് പ്രതിഷേധം പറഞ്ഞ ഇതേ സഖാക്കളാണ് ഇന്ന് പാവപ്പെട്ടവരുടെ അരി നിർത്തലാക്കിയത്. അരി നിർത്തലാക്കുക മാത്രമല്ല, APL BPL എന്ന വ്യത്യാസം പോലുമില്ല. KV അബ്ദുള്ള അധ്യക്ഷനായി. കോവൽ അബ്ദുൾ റഹ്മാൻ, അഷ്റഫ് കൊളവയൽ, ഷംസുദ്ദീൻ കൊളവയൽ, C കുഞ്ഞാമിന, ഇക്ബാൽ, നൌഷാദ്, ഷിഹാബ് പാലായി തുടങ്ങിയവർ സംസാരിച്ചു. റേഷൻ സമ്പ്രദായം അട്ടിമറിച്ച കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ യുവാക്കൾ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. DYFI കാസർഗോഡ് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. കേരളത്തിലെ റേഷനിംഗ് സമ്പ്രദായം അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങൾക്കെതിരെ നടന്ന ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ച് DYFI ബ്ലോക്ക് സെക്രട്ടറി P ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളം ഇന്ത്യയിലെ ഭക്ഷ്യക്കമ്മി നേരിടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. പതിറ്റാണ്ടുകളായി കേരളത്തിൽ നിലനിന്നിരുന്ന സ്റ്റാറ്റ്യൂട്ടറി റേഷനിംഗ് സമ്പ്രദായം തകർക്കുന്ന നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. വർഷങ്ങളായി റേഷൻ ലഭിച്ചിരുന്ന ഭൂരിപക്ഷം ആളുകളെയും അതിൽ നിന്നും മാറ്റി നിർത്തുന്ന നടപടിക്കെതിരെയാണ് DYFIയുടെ നേതൃത്വത്തിൽ ബ്ലോക്ക് കേന്ദ്രങ്ങളിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് നടന്ന മാർച്ചിനെ അനിൽ ചെന്നിക്കര, K ഹരീഷ് എന്നിവർ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കാഞ്ഞങ്ങാട്ടെ ശിങ്കാരി മേള മത്സരം അരങ്ങേറി. ബേഡകം ഏരിയയിലെ വനിതാ ടീം 1ാം സ്ഥാനം നേടി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 2 കാഞ്ഞങ്ങാട്ട് തുടങ്ങും. സമ്മേളന പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട്ട് വനിതകളുടെ ശിങ്കാരിമേള മത്സരം നടന്നു. സംഘാടക സമിതി ഓഫീസിന് മുന്നിൽ വെച്ചായിരുന്നു മത്സരം നടന്നത്. CPIM സംസ്ഥാന കമ്മിറ്റി അംഗം K കുഞ്ഞിരാമൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. CH സുബൈദ അധ്യക്ഷയായി. CH കുഞ്ഞമ്പു, P ജനാർദ്ദനൻ, മഹിളാ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം P ശ്യാമള, ദേവി രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. വാശിയേറിയ മത്സരത്തിൽ വനിതകളുടെ വിവിധ ടീമുകൾ പങ്കെടുത്തു. മെയ്വഴക്കത്തോടെ സ്ത്രീകൾ കൊട്ടിക്കയറിയപ്പോൾ ആസ്വാദകർക്ക് അത് വേറിട്ട അനുഭവമായി മാറി. ബേഡകം ഏരിയ 1ാം സ്ഥാനവും ചെറുവത്തൂർ ഏരിയ 2ാം സ്ഥാനവും നേടി.
കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ CPM ജാഥകൾ സമാപിച്ചു. തെക്കൻ മേഖലാ ജാഥയ്ക്ക് നീലേശ്വരത്തായിരുന്നു സമാപനം. പി. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കും വർഗീയതയ്ക്കുമെതിരെ ജനകീയ മുന്നേറ്റമായി CPIM നടത്തിവരുന്ന മേഖലാ ജാഥകൾക്ക് സമാപനമായി. ജില്ലയിൽ നടത്തിയ 3 ജാഥയ്ക്കും വ്യാഴാഴ്ച നാടെങ്ങും ഉജ്ജ്വല സ്വീകരണം നൽകി. സംസ്ഥാന കമ്മിറ്റി അംഗം MV ബാലകൃഷ്ണൻ നയിച്ച തെക്കൻ മേഖലാ ജാഥ ഭീമനടിയിൽ നിന്ന് ആരംഭിച്ച് പരപ്പ, കോളംകുളം, കാലിച്ചാമരം, കൊല്ലമ്പാറ, നരിമാളം 3 റോഡ്, തീയർപാലം, കാലിച്ചാമ്പതി, ചേടി റോഡ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം നീലേശ്വരം കോൺവെന്റ് ജംഗ്ഷനിൽ സമാപിച്ചു. സമാപനം പി. കരുണാകരൻ MP ഉദ്ഘാടനം ചെയ്തു. അവർ ആക്രമിച്ചത് അവർ പറഞ്ഞു ഞങ്ങളോട് ചോദിച്ചു ബീഫ് കഴിച്ചിട്ടുണ്ടോ? അവർ പറഞ്ഞു ബീഫ് കഴിച്ചിട്ടില്ല. എന്നാൽ ബീഫ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ബലാത്സംഗം. എന്നിട്ട് പറഞ്ഞു ഇനി ബീഫ് കഴിച്ചാലോ നിങ്ങളെ 2 ആൾക്കാരെ പെടുത്തുന്ന നിങ്ങളെ പുറപ്പെടുത്തുമെന്നുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ സംഭവം ശക്തമായിട്ട് നമ്മുടെ മഹിളാ അസോസിയേഷനും അതുപോലെ തന്നെ നമ്മുടെ ബീമാരും ഉയർത്തിയ സമയത്ത് KV ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർക്ക് പുറമെ മാനേജർ TV ഗോവിന്ദൻ, P. ജനാർദ്ദനൻ, TK രവി, KP നാരായണൻ, K. കണ്ണൻ നായർ എന്നിവർ സംസാരിച്ചു. പരിപാടിയിൽ KP രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. കേരളപ്പിറവിയുടെ 60ാം വാർഷികത്തിന്റെ ഭാഗമായി SSAയുടെ നേതൃത്വത്തിൽ മാതൃഭാഷാ പക്ഷാചരണം സംഘടിപ്പിക്കും. ജില്ലാതല സെമിനാർ നവംബർ 1 പടന്നക്കാട് SNTTIയിൽ നടക്കുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളപ്പിറവിയുടെ 60ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി സർവശിക്ഷാ അഭിയാൻ ഡിസംബർ 1 മുതൽ മാതൃഭാഷാ പക്ഷാചരണമായി ആചരിക്കും. ജില്ലാതല സെമിനാർ നവംബർ 1 പടന്നക്കാട് SNTTIയിൽ നടക്കും. നഗരസഭാ ചെയർമാൻ BB രമേശൻ സെമിനാർ ഉദ്ഘാടനം ചെയ്യും. വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധർ സെമിനാറിൽ പങ്കെടുക്കാനെത്തുമെന്ന് അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തെ കേരളമാക്കി തീർത്തതിൽ പൊതുവിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ മാതൃഭാഷയിലൂടെ വിദ്യാഭ്യാസത്തിന് വലിയ പങ്കുണ്ട്. അങ്ങനെയാണ് കേരള വികസന മാതൃക രൂപപ്പെട്ടത്. കേരളത്തിലെ എല്ലാ വിദ്യാർത്ഥികളെയും ഉൾക്കൊള്ളാൻ പാകത്തിൽ പൊതുവിദ്യാഭ്യാസ ശൃംഖല ശക്തിപ്പെട്ടു. എല്ലാ പഞ്ചായത്തിലും ഹൈസ്കൂളുകളുണ്ട്, നടന്നെത്താവുന്ന ദൂരത്തിൽ സ്കൂളുകളുണ്ട്, എല്ലാ പൊതുവിദ്യാലയങ്ങളാണ്. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്ന് ഈ അടുത്ത കാലത്തായിട്ട് അതിനൊരു പിറകോട്ട് പോക്ക് ഉണ്ടായിട്ടുണ്ട്. പൊതുവിദ്യാലയങ്ങളെ അത്ര ആകർഷകമല്ല എന്നൊരു തോന്നൽ പൊതുസമൂഹത്തിൽ ഉണ്ടാവുകയും അതിന്റെ ഭാഗമായി വലിയ ഒരു അളവ് കുട്ടികൾ സമാന്തര വിദ്യാലയങ്ങളിൽ പോയ ഒരു പശ്ചാത്തലം നമ്മുടെ മുന്നിലുണ്ട്. ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ KP പ്രകാശ് കുമാർ, ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ U കരുണാകരൻ തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ SSA ജില്ലാ പ്രൊജക്ട് ഓഫീസർ K രവിവർമ്മൻ, ഡോക്ടർ MV ഗംഗാധരൻ, B ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ പ്രചരണാർത്ഥം നവംബർ 1 മുതൽ 30 വരെ നടക്കുന്ന സഞ്ചരിക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നവംബർ 1 നടക്കും. കേരള ചലച്ചിത്ര അക്കാദമി 21ാം രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായാണ് സഞ്ചരിക്കുന്ന ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നവംബർ 1 വൈകുന്നേരം 5 മണിക്ക് കാസർഗോഡ് വനിതാ ഭവൻ ഹാളിൽ നടക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം ഡോക്ടർ അംബിക സുധൻ മാങ്ങാട് നിർവഹിക്കും. സിനിമ സാധാരണക്കാരന്റെ ഇടയിലേക്ക് എത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് സഞ്ചരിക്കുന്ന ചലച്ചിത്രോത്സവം സംഘടിപ്പിക്കുന്നതെന്ന് ചലച്ചിത്ര അക്കാദമി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പാലക്കാട് വെച്ചിട്ടുള്ള ഫിലിം അവാർഡ് നൈറ്റിന് വേണ്ടിയിട്ട് അവിടെ നമ്മൾ ടൂറിംഗ് ടാക്സി ഓടിയിരുന്നു. അപ്പോഴാണ് അത് റിപ്പയർ എടുത്തത്. അപ്പോൾ ഒരു ടാക്കീസ് നമ്മൾ ജനുവരി ആകുമ്പോഴത്തേക്ക് ഫെസ്റ്റിവൽ കഴിഞ്ഞ ഉടനെ തന്നെ, ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മലബാർ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് മിക്കവാറും മാസങ്ങളിൽ 4-5 ദിവസം കാസർഗോഡ് ഇടാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വീണ്ടും നമ്മളെ ഫിലിം സൊസൈറ്റി പ്രസ്ഥാനവും അതുപോലെ സിനിമാ പ്രേമികളെയും പുതിയ ആർക്ക് ഇതുപോലെ തന്നെ ക്ലബ്ബുകളോ അല്ലെങ്കിൽ ഫിലിം സൊസൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സജീവമാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അവയർനെസ് നിങ്ങൾ കൊടുക്കണമെന്നുള്ളതാണ് ഒന്ന്. പിന്നെ ജയരാജിൻ്റെ ഒറ്റാൽ എന്ന സിനിമയാണ് നമ്മളിവിടെ ഈ കളിക്കാൻ പോകുന്നത്. നമുക്കറിയാം കഴിഞ്ഞ IFFക്ക് സുവർണ്ണ ചൗരം കിട്ടിയ സിനിമയാണ്. കഴിഞ്ഞ വർഷത്തെ പാരിസ്ഥിതിക സിനിമയ്ക്ക് ദേശീയ അംഗീകാരം കിട്ടിയ സിനിമയാണ്. അതുമാത്രമല്ല അതിൻ്റെ പുതിയ വേർഷൻ, അതായത് നമ്മളെ ബ്ലൂറേയിലാണ് ഈ സിനിമയുടെ പ്രദർശിക്കുന്നത്. ബ്ലൂറ എന്ന് പറയുമ്പം ഏറ്റവും ഹൈ ടെക്നോളജിയിൽ ഏറ്റവും ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ആ രീതിയിലുള്ള പ്രദർശനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റൊന്ന് എടുത്തു പറയേണ്ട സാധനം സബ് ടൈറ്റിൽ മലയാളത്തിൽ ഇടുന്നതാണ്. അത് ആദ്യമായിട്ട് സംരംഭമാണ്. സഞ്ചരിക്കുന്ന ചലച്ചിത്രോത്സവത്തിന്റെ ഭാഗമായി കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ അതാത് ഫിലിം സൊസൈറ്റികളുമായി സഹകരിച്ചുകൊണ്ട് ചലച്ചിത്ര പ്രദർശനങ്ങൾ സംഘടിപ്പിക്കും. ഫിലിം സൊസൈറ്റികളെ പുനരുജ്ജീവിപ്പിക്കുക എന്ന ഉദ്ദേശവും അക്കാദമിക്കുണ്ടെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ അക്കാദമി അംഗവും ചലച്ചിത്ര സംവിധായകനുമായ പ്രദീപ് ചൊക്ലി, TMA കരീം, മധു S നായർ, PV ജയരാജൻ തുടങ്ങിയവർ പങ്കെടുത്തു.
റിപ്പോർട്ടർ ചാനലിന്റെ കോഴിക്കോട് റീജിയണൽ ഹെഡായി സ്ഥലം മാറി പോകുന്ന KV ബൈജുവിനും മലയാള മനോരമ രാജപുരം ലേഖകൻ രവീന്ദ്രൻ കൊട്ടോടിക്കും യാത്രയയപ്പ് നൽകി. കാഞ്ഞങ്ങാട് പ്രസ് ഫോറമാണ് യാത്രയയപ്പ് ഒരുക്കിയത്. റിപ്പോർട്ടർ ചാനലിന്റെ കോഴിക്കോട് റീജിയണൽ ഹെഡായി സ്ഥലം മാറിപ്പോകുന്ന KV ബൈജുവിനും മലയാള മനോരമ രാജപുരം ലേഖകനായി സ്ഥലം മാറിപ്പോകുന്ന രവീന്ദ്രൻ കൊട്ടോടിക്കും കാഞ്ഞങ്ങാട് പ്രസ് ഫോറം യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ അധ്യക്ഷനായി. മാധ്യമപ്രവർത്തകരായ N ഗംഗാധരൻ, EV ജയകൃഷ്ണൻ, K ബാബു, OV നാരായണൻ, T മുഹമ്മദ് അസ്ലം, P പ്രവീൺകുമാർ, പാക്കം മാധവൻ, ഫസലുർ റഹ്മാൻ തുടങ്ങിയവർ സംസാരിച്ചു. യോഗത്തിൽ KV ബൈജുവും രവീന്ദ്രൻ കൊട്ടോടി മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. വിശ്വസ്തമായ ഒരു പോസ്റ്റ് ഏൽപ്പിച്ച ഉത്തരവാദിത്വം 6 ജില്ല കോർഡിനേറ്റ് ചെയ്യണം. ആദ്യം കിട്ടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സംസ്ഥാന ജലോത്സവം കണ്ണൂരാണ്. അതിന്റെ ചാർജ് ഇപ്പോൾ ഓൾറെഡി തന്നിരുന്നു. അതുപോലെ കായികമേള മലപ്പുറത്താണ്, അതിന്റെ ചാർജ് തന്നു. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അത്തരത്തിൽ തന്നെ ഏൽപ്പിച്ചു. പിന്നെ കാസർഗോഡ് ജില്ല എന്നുള്ള ബന്ധം നിലനിർത്താൻ പറ്റും എന്നുള്ള ആശ്വാസം. കമ്പനിയുമായി ഞാൻ മെസ്സേജ് കൊടുത്തെങ്കിൽ പോലും മനോരമയില് ഇന്റർവ്യൂ കണ്ണൂർ പോയി കാര്യങ്ങൾ സംസാരിച്ചു. അവര് എന്നെ ജോയിൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു മേ ബി ഇന്ന് വരെ എനിക്കൊരു ഉറപ്പ് വാഹനങ്ങളോട് ഞാൻ പറഞ്ഞില്ല. ഇന്ന് വരെ എനിക്കൊരു ഉറപ്പ് കാരണം എപ്പോൾ ചിലപ്പോൾ കമ്പനി എനിക്ക് ഓഫർ തന്നിട്ട് തിരിച്ചു വിളിക്കുമെന്നൊരു പേടി. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് കൺവെൻഷൻ കാഞ്ഞങ്ങാട് നടന്നു. കേരള സ്റ്റേറ്റ് യൂസ്ഡ് വെഹിക്കിൾസ് ഡീലേഴ്സ് ആൻഡ് ബ്രോക്കേഴ്സ് അസോസിയേഷൻ ഹോസ്ദുർഗ് താലൂക്ക് കൺവെൻഷൻ കാഞ്ഞങ്ങാട്ട് നടന്നു. ബേക്കൽ ഇന്റർനാഷണൽ വെച്ചായിരുന്നു കൺവെൻഷൻ നടന്നത്. കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ VV രമേശൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് നൌഫൽ തായൽ അധ്യക്ഷനായി. 37 വർഷക്കാലമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന PV തമ്പാനെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ജെയ്സൺ ജോസഫ് ആദരിച്ചു. മുൻ ജില്ലാ ജനറൽ സെക്രട്ടറി CV ഫ്രാൻസിസ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഉദയകുമാർ, ഖലീൽ, ടോമി വർഗീസ്, മജീദ്, K രവീന്ദ്രൻ, അമീർ തുടങ്ങിയവർ സംസാരിച്ചു. കേന്ദ്ര വഖഫ് ബോർഡ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട BM ജമാലിന് സ്വീകരണമൊരുക്കി. കാഞ്ഞങ്ങാട് സൗഹൃദവേദിയാണ് സ്വീകരണം നൽകിയത്. കേന്ദ്ര വഖഫ് ബോർഡ് സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട BM ജമാലിന് കാഞ്ഞങ്ങാട് സൗഹൃദവേദിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. രാഷ്ട്രീയ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും കൂടെയുണ്ടായിരുന്ന സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമാണ് സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തത്. സ്വീകരണ യോഗം അഡ്വക്കേറ്റ് TK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. തികച്ചും എതിർദിശയിലേക്ക് നീന്തി ഹിമാലയം പോലെ ഔന്നത്യത്തിലേക്ക് ഉയർന്നു നിൽക്കുന്ന ഒരു പദവിയാണ് ജമാൽ ലഭിച്ചത്. എനിക്ക് ജമാലിനേക്കാളേറെ ഞാൻ ബന്ധപ്പെട്ടത് ഉപ്പയോടാണ്. അമീർ NGO അസോസിയേഷന്റെ താലൂക്ക് പ്രസിഡന്റ്. ചടങ്ങിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉപഹാരം നൽകി. VR വിദ്യാസാഗർ അധ്യക്ഷനായി. K നീലകണ്ഠൻ, അഡ്വക്കേറ്റ് PK ചന്ദ്രശേഖരൻ, P രാജേന്ദ്രൻ, V ചന്ദ്രൻ, MC പ്രഭാകരൻ, സത്യൻ പൂച്ചക്കാട്, പ്രഭാകരൻ വാഴ്ന്നോടി, ഭക്തവത്സരൻ, ടോമി പ്ലാച്ചേരി, M അസൈനാർ, K ദിനേശൻ തുടങ്ങിയവർ സംസാരിച്ചു. പഴയകാല അനുഭവങ്ങൾ പങ്കുവച്ച് ഗ്രൂപ്പ് ഫോട്ടോയ്ക്കും പോസ്റ്റ് ചെയ്താണ് അവർ മടങ്ങിയത്. രാജപുരം ഹോളി ഫാമിലി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥിയെ അധ്യാപകൻ മുഖത്തടിച്ചതായി പരാതി. രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിൽ പരാതി നൽകി. ക്ലാസിൽ സംസാരിച്ചതിന് അധ്യാപകൻ വിദ്യാർത്ഥിയുടെ ചെകിട്ട് തടിച്ചതായി പരാതി. രാജപുരം ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം തരം വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളാണ് പരാതിയുമായി രംഗത്തു വന്നത്. സ്കൂളിലെ അധ്യാപകനായ അജേഷിനെതിരെയാണ് രക്ഷിതാക്കൾ പരാതി നൽകിയത്. കർണപുടത്തിന് പരിക്കേറ്റ കുട്ടിയെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ചയാണ് പരാതിക്കിടയായ സംഭവം നടന്നത്. ക്ലാസിൽ സംസാരിച്ചതിന് കുട്ടിയോട് ഇമ്പോസിഷൻ എഴുതാൻ അധ്യാപകൻ ആവശ്യപ്പെടുകയായിരുന്നു. എന്നാൽ ഇമ്പോസിഷൻ എഴുതാതെ ക്ലാസ്സിലെത്തിയ കുട്ടിയെ അധ്യാപകൻ അടിച്ചുവെന്നാണ് രക്ഷിതാക്കൾ പരാതിപ്പെടുന്നത്. വ്യാഴാഴ്ച പള്ളിക്കുട്ടി പോയിട്ട് വർത്താനം പറഞ്ഞു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിന് എംപോസിഷൻ കൊടുത്തു 100 പ്രാവശ്യം എഴുതാൻ. അപ്പം ഇവൻ വെള്ളിയാഴ്ച ഇത് എഴുതാതെ പോയി. വ്യാഴാഴ്ച എഴുതാതെ ചെന്നു. ഉടനെ പറഞ്ഞു 1000 പ്രാവശ്യം എംപോസിഷൻ എഴുതണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ 1000 പ്രാവശ്യമെന്ന് ചോദിച്ചപ്പോഴത്തേന് ആധയുടെ 1000 പ്രാവശ്യം എന്ന് പറഞ്ഞ് ഇയാൾ അടിച്ചു. 4 മണി തൊട്ട് വീട്ടിൽ വന്ന് എന്നോട് പറഞ്ഞു ഇങ്ങനെ എനിക്കിട്ട് തല്ലി. എന്നാൽ ഞാൻ ഹെഡ് മാസ്റ്ററെ വിളിച്ച് പറഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ പിറ്റേ ദിവസം അതായത് വെള്ളിയാഴ്ച അന്വേഷിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. രാത്രിയായപ്പോൾ കുറച്ച് പ്രാർത്ഥന ഹോംവർക്ക് ഏതാണ്ട് ചെയ്തപ്പം വേദനയാണെന്നും പറഞ്ഞ്
എന്നോട് പറഞ്ഞു കാര്യങ്ങൾ. കുട്ടിയുടെ രക്ഷിതാക്കൾ ചൈൽഡ് ലൈനിലും പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ കുട്ടിയുടെ രക്ഷിതാക്കൾ ശ്രമിക്കുകയാണെന്നാരോപിച്ച് അധ്യാപകൻ രാജപുരം പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. അണങ്കൂരിൽ ബീവറേജിന്റെ ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം രാഷ്ട്രീയ സാംസ്കാരിക വേദികളിലെ പ്രമുഖരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനകീയ പ്രക്ഷോഭം ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. നഗരത്തിൽ IC ഭണ്ഡാരി റോഡിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബീവറേജ് ഔട്ട്ലെറ്റാണ് അണങ്കൂരിലേക്ക് മാറ്റുന്നത്. 300-ലേറെ കുടുംബങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശത്ത് ഔട്ട്ലെറ്റ് ആരംഭിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കണമെന്ന് മദ്യശാല വിരുദ്ധ സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വർഷങ്ങളായി IC ഭണ്ഡാരി റോഡിൽ പ്രവർത്തിക്കുന്ന മദ്യവിൽപ്പനശാല നിലവിൽ അവിടെ പ്രവർത്തിക്കുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല. പെട്ടെന്നൊരു ദിവസം മദ്യശാല അവിടെ നിന്ന് മാറ്റുന്നതിന് പിറകിലുള്ള വസ്തുതകളെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് അണങ്കൂർ മദ്യശാല വിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. മദ്യവിൽപ്പനശാല ആരംഭിക്കുന്നതിനുള്ള നീക്കം ഉപേക്ഷിച്ചില്ലെങ്കിൽ പ്രമുഖ വ്യക്തികളെയും ഇതര രാഷ്ട്രീയ സാംസ്കാരിക മേഖലകളിലുള്ള പ്രമുഖരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയ പ്രക്ഷോഭം ശക്തമാക്കാനാണ് അണങ്കൂർ മദ്യശാല വിരുദ്ധ സമിതി തീരുമാനിച്ചിരിക്കുന്നത്. അണങ്കൂരിൽ മദ്യവിൽപ്പനശാല ആരംഭിക്കാനുള്ള നീക്കം മനസ്സിലാക്കിയ നാട്ടുകാർ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജൂൺ മാസത്തിൽ തന്നെ എതിർപ്പ് അറിയിച്ചിരുന്നു. ഈ പ്രദേശത്തുള്ളവരെ ഉൾപ്പെടുത്തി ജനകീയ സമിതി രൂപീകരിച്ച് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിരുന്നുവെങ്കിലും ഔട്ട്ലെറ്റ് തുറക്കാനുള്ള ശ്രമമാണുണ്ടായത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും നേതാക്കൾ അറിയിച്ചു. വാർത്താസമ്മേളനത്തിൽ കൺവീനർ A. സതീശൻ, കുഞ്ഞികൃഷ്ണൻ മാസ്റ്റർ, വേണു കണ്ണൻ, സജി മാത്യു, കൌൺസിലർ ജാനകി തുടങ്ങിയവർ പങ്കെടുത്തു. വിവാഹ ക്ഷണക്കത്ത് ആധാറിന്റെ രൂപത്തിലും. മടിയൻ മീത്തൽ വീട്ടിലെ അശോകനാണ് തന്റെ വിവാഹ ക്ഷണപത്രിക ആധാർ കാർഡിന്റെ രൂപത്തിലേക്ക് മാറ്റിയത്. ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും സർക്കാർ ആധാർ നിർബന്ധമാക്കിയപ്പോൾ മടിയനിലെ അശോകൻ തന്റെ വിവാഹ ക്ഷണപത്രികയ്ക്കും ആധാറിന്റെ രൂപം നൽകി. നവംബർ 13 ചാമുണ്ടിക്കുന്ന് വിഷ്ണു ചാമുണ്ടേശ്വരി ദേവസ്ഥാനത്ത് നടക്കുന്ന അശോകന്റെ വിവാഹത്തിന് ആധാർ മാതൃകയിലാണ് ക്ഷണപത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ആധാർ കാർഡിന്റെ അതേ മാതൃകയിലുള്ള കാർഡാണെങ്കിലും കാർഡിൽ പതിഞ്ഞിരിക്കുന്ന അശോകന്റെ ചിത്രത്തിന് യഥാർത്ഥ ആധാറിനെ വെല്ലുന്ന ഭംഗിയുണ്ട്. ഇക്ബാൽ ജംഗ്ഷന്റെ അലുമിനിയം ഫാബ്രിക്കേഷൻ തൊഴിലാളിയാണ് അശോകൻ. പടന്നക്കാട് വലിയ വീട് തറവാട്ടിലെ കളിയാട്ടത്തിന് സമാപനം. വിവിധ തെയ്യങ്ങൾ കിട്ടിയാടി. പടന്നക്കാട് വലിയ വീട് തറവാട്ടിലെ കളിയാട്ടത്തോടനുബന്ധിച്ച് പൊട്ടൻ തെയ്യം, രക്തചാമുണ്ടി, കുണ്ടാർ ചാമുണ്ടി, കമ്മാടത്ത് ഭഗവതി, പരദേവത, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, ഗുളികൻ തെയ്യങ്ങൾ കെട്ടിയാടി. അനുഗ്രഹം തേടി നൂറുകണക്കിന് ഭക്തജനങ്ങൾ എത്തിച്ചേർന്നു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. വടക്കൻ കേരളത്തിലെ ഉത്സവാഘോഷങ്ങൾക്ക് നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് കളിയാട്ടത്തോടെ തുടക്കം കുറിച്ചു. വിഷ്ണുമൂർത്തിയും മൂവാളംകുഴി ചാമുണ്ടിയും ക്ഷേത്രമുറ്റത്ത് ഉറഞ്ഞു തുള്ളിയപ്പോൾ ദർശനം തേടി എത്തിയത് ആയിരങ്ങൾ. കാവുകൾ ഉണരുകയായി. കളിയാട്ടത്തിന്റെ ആരവങ്ങളാണ്. സമാനതകളില്ലാത്ത കലാവൈഭവത്തിന്റെ മാറ്റൊലി മുഴങ്ങുന്ന ചുവടുവയ്പ്പുകൾ, ചെണ്ടമേളങ്ങളും ആർപ്പുവിളികളാലും മുഖരിതമാകുന്ന കാലം. തോറ്റംപാട്ടിന്റെ അലയൊലികൾ കൊണ്ട് വടക്കൻ കേരളത്തിൽ തെയ്യാട്ട ഗ്രാമങ്ങൾ ഇനി ഭക്തിസാന്ദ്രമാകും. അഞ്ഞൂറ്റമ്പലം വീരർക്കാവിൽ വ്യാഴാഴ്ച രാത്രി തുടങ്ങിയ കളിയാട്ടത്തിന് വെള്ളിയാഴ്ച വൈകിട്ടോടെ സമാപനമായി. ആദ്യ ദിവസം വിവിധ തെയ്യങ്ങളുടെ തോറ്റവും കുളിച്ചേറ്റവും അരങ്ങിലെത്തി. വെള്ളിയാഴ്ച പുലർച്ചെ മുതൽ പടവീരൻ, പാടാർകുളങ്ങര ഭഗവതി, വിഷ്ണുമൂർത്തി, ശൂലിയാർ ഭഗവതി, മൂവാളംകുഴി ചാമുണ്ടി, ഗുളികൻ എന്നീ തെയ്യങ്ങൾ അരങ്ങിലെത്തി.
കളിയാട്ടത്തിന്റെ ഭാഗമായി പ്രസാദ സദ്യയും നടന്നു. ആരാധനാമൂർത്തിയുടെ അനുഗ്രഹത്തിനായി നൂറുകണക്കിന് ഭക്തരാണ് അരങ്ങിലെത്തിയത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. റേഷൻ സബ്സിഡി വെട്ടിക്കുറച്ച നടപടിക്കെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. വിവിധ സംഘടനകൾ സമരം തുടങ്ങി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം നവംബർ 2 തുടങ്ങും. പ്രചരണത്തിന് കൊഴുപ്പേകാൻ ശിങ്കാരി മേളവും. കേരളപ്പിറവിയുടെ 60ാം വാർഷികം. സർവശിക്ഷാഭിയാൻ മാതൃഭാഷാ പക്ഷാചരണം സംഘടിപ്പിക്കും. രാജ്യാന്തര ചലച്ചിത്രോത്സവം. സഞ്ചരിക്കുന്ന ചലച്ചിത്രോത്സവത്തിന് നവംബർ 1 കാസർഗോട്ട് തുടക്കമാകും. കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്കും വർഗീയതയ്ക്കും എതിരെയുള്ള CPM മേഖലാ ജാഥകൾക്ക് സമാപനം. റിപ്പോർട്ടർ ചാനലിന്റെ കോഴിക്കോട് റീജിയണൽ ഹെഡായി സ്ഥലം മാറിപ്പോകുന്ന KV ബൈജുവിനും മലയാള മനോരമ രാജപുരം ലേഖകൻ രവീന്ദ്രൻ കൊട്ടോടിക്കും പ്രസ് ഫോറത്തിന്റെ യാത്രയയപ്പ്. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം വീരർക്കാവ് കളിയാട്ട മഹോത്സവത്തിന് സമാപനം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.